പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. തടമ്പുള്ളവനെ, താടിയുള്ളവനെ, തുമ്പിയിട്ടവരെ, ഖുർആൻ പഠിച്ചവരെ, കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തവനെ, സദഖ കൊടുത്തവരെ, നീ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ വിളിക്കുന്നു യാ കാഫിർ, ഏ സത്യനിഷേധി, യാ ഫാജിർ, എടാ തെമ്മാടി വാടാ ഇങ്ങോട്ട്. അല്ലാഹുവേ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിന്നെ വിളിക്കുകയാ. യാ കാഫിർ, യാ ഫാജിർ, എടാ തെമ്മാടി ഇങ്ങോട്ട് മാറി നിൽക്കടാ. യാ പടച്ചവനെ, അവിടെ നിന്ന് വിളിക്കുന്നു വഞ്ചകനെ വാടാ, എടാ വഞ്ചകനെ നീ ഇവിടെ വാടാ. എന്നിട്ട് വിളിക്കുന്നു എടാ പരാജയപ്പെട്ടവനെ വാടാ. നാളെ കാഫിർ എന്ന് വിളിക്കുകയാണ്. പടച്ചവനെ, എടാ സത്യനിഷേധി എന്ന് വിളിക്കുകയാ, തെമ്മാടി എന്ന് വിളിക്കുകയാ, വഞ്ചകനെന്ന് വിളിക്കുകയാ, പരാജയപ്പെട്ടവനെന്ന് വിളിക്കുകയാ. ഇങ്ങനെ പടച്ചവനെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ ജനങ്ങൾ നിന്നെ കാണണം, നിന്നെ പുകഴ്ത്തണം, നിന്നെ മഹാനെന്ന് പറയണം, അതിനു വേണ്ടി സൽക്കർമ്മം ചെയ്തവനെ, നാളെ പരലോകത്ത് നിന്റെ ഗതി ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു സ്വർഗ്ഗത്തിനെ സൃഷ്ടിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. അല്ലാഹു സ്വർഗ്ഗത്തിനോട് സംസാരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സ്വർഗ്ഗം പറയുകയാ, സ്വർഗ്ഗം എന്തേ പറഞ്ഞതെന്നറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം പറയുകയാ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവർക്കാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം പോലും അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. എന്നിട്ട് ആ സ്വർഗ്ഗം പറയുന്നു, അല്ലാ, 3 പേർക്ക് എന്നെ ഹറാമാ, 3 പേര് എന്റെ അടുക്കൽ വരില്ല. ഈ സ്വർഗ്ഗത്തിൽ കാലുകുത്താൻ പോലും അവസരമില്ലാത്ത 3 പേരുണ്ട്. ആ സ്വർഗ്ഗം തന്നെ പറയുകയാ, അത്ഭുതപ്പെടേണ്ട ചെറുപ്പക്കാരാ. എന്തിനാ മോനെ ഉസ്താദേ സ്വർഗ്ഗം സംസാരിക്കുമോ? എത്ര ഹദീസ് വേണമടാ, എത്ര ഹദീസ് വേണമടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മളൊക്കെ റബ്ബിനോട് സ്വർഗ്ഗം ചോദിക്കുമല്ലോ. എപ്പോഴും അല്ലാഹ് സ്വർഗ്ഗം താ, അല്ലാഹ് സ്വർഗ്ഗം താ, അല്ലാഹ്. റമദാനിന്റെ 30 ദിവസവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന. അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചില്ലേ? നമ്മളൊക്കെ എപ്പോ ദുആ ചെയ്താൽ സ്വർഗ്ഗം ചോദിക്കുമല്ലോ. എങ്കിൽ പ്രവാചകൻ പറയുന്നു, ഇതുപോലെ സ്വർഗ്ഗവും ദുആ ചെയ്യുന്നുണ്ട്, ഇതുപോലെ സ്വർഗ്ഗവും ദുആ ചെയ്യുന്നുണ്ട്. എന്തേ ചോദിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, 4 വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം തന്നെ പടച്ചവനോട് ദുആ ചെയ്യുകയാ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന 4 പേരെ കാത്തിരിക്കുകയാണ്. ഈ മജ്ലിസിൽ ഇരിക്കുന്ന 4 പേർ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ആ സ്വർഗ്ഗം പറയുകയാണ്, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടാ സ്വർഗ്ഗം പറയുകയാ, 3 പേര് എന്റെ അകത്ത് കേറൂല, 3 പേര് സ്വർഗ്ഗത്തിൽ കടക്കൂല. അവരാരെന്നറിയോ? ആ 3 പേരിൽ ഒരാൾ ആരെന്നറിയോ? ജനങ്ങൾ കാണിക്കാൻ നന്മ ചെയ്തവരെ, ജനങ്ങൾ കാണിക്കാൻ നന്മകൾ ചെയ്തവരെ. നിങ്ങൾ
നിങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പേടിക്കണം മുസ്ലിമേ, സൂക്ഷിക്കണം മുസ്ലിമേ. അതുകൊണ്ട് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് തങ്ങൾ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാ. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് തങ്ങൾ പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ഖി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുന്നത് കാണുകയാണ്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, അവിടുന്ന് പ്രവാചകന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ ഒഴുകുന്നത് കണ്ടപ്പോ ശദ്ദാദ് ഇബ്നു ഔസ് തങ്ങൾ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് മാ യബ്കി, എന്തിനാ നബിയേ കരയുന്നത്, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിനെ, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിന് ഞാൻ വല്ലാതെ പേടിക്കുന്നു സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. നബിയേ, എങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നത്? പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ബഹുദൈവങ്ങളെ ആരാധിച്ചിട്ടല്ല അവര് ശിർക്ക് ചെയ്യുന്നത്, മറ്റുള്ള ഇലാഹുകളെ ആരാധിച്ചിട്ടല്ല, മറ്റുള്ള ദൈവങ്ങളെ വിശ്വസിച്ചിട്ടല്ല. ആ ശിർക്കല്ല, പിന്നെ ഏത് ശിർക്കെന്നറിയോ? ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനത്തെ ശിർക്ക്? അവര് വിഗ്രഹങ്ങളുടെ മുന്നിൽ പോകുന്നവരല്ല, അവര് ദൈവങ്ങളുടെ മുന്നിൽ പോകുന്നവരല്ല. പിന്നെ എങ്ങനത്തെ ശിർക്ക്? ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഫളിലത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫളിലത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മഹാനായ ഫളിലത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പടച്ച റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചെന്നറിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ, ഈ കാണുന്ന ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്തെന്നറിയോ? ഞാൻ ചെയ്ത ഒരു അമലെങ്കിലും അല്ലാഹു സ്വീകരിക്കലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെയുള്ളവർക്ക് ചില അടയാളമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇങ്ങനെയുള്ളവർക്ക് ചില അടയാളമുണ്ട്. അടയാളം എന്തെന്നറിയോ? ഒറ്റയ്ക്കിരിക്കുമ്പോ ഇബാദത്ത് ചെയ്യാ മടിയാ. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ആരുമില്ല, വീടിന്റെ അകത്ത് നിസ്കരിക്കുമ്പോ വല്ലാത്ത അലസതയാണ്, മടിയാണ്. പടച്ചവനെ സുന്നത്തില്ല, ഫർള് മാത്രം നിസ്കരിച്ചു ഓടുകയാണ്. എങ്കിലോ ജനങ്ങൾ കാണാനുണ്ടെങ്കില് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത ഉന്മേഷമാ. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് തീർത്താൽ മതി. നിന്ന് നിസ്കരിക്കുന്നവൻ ഇരിക്കുകയോ കടക്കുകയോ ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും 4 പേര് കാണാനുണ്ടെങ്കിൽ ഭയങ്കര ഉത്സാഹമാണ്, സൂക്ഷിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, പ്രശംസിച്ചു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ വലുതായിട്ട് പൊക്കി പറയുകയാണെങ്കിൽ ചെയ്യാൻ നല്ല തയ്യാറാ. ജനങ്ങളെല്ലാവരും നിന്നെ പ്രശംസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനും നീ തയ്യാറാകും.
പ്രശംസയില്ലേ? ഒന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗത്തെക്കുറിച്ചാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലുള്ള രോഗത്തെക്കുറിച്ചാ. ഈ രോഗത്തെ നമുക്ക് ശുദ്ധീകരിക്കണം, ഈ രോഗത്തെ നമുക്ക് ചികിത്സിച്ച് മാറ്റണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൻ്റെ രോഗം മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ രോഗമാണ് നമുക്ക് മാറ്റേണ്ടത്. മഹാനായ അല്ലാമ ഇബ്രാഹിം മഹ്വാലാനി റളിയല്ലാഹു തആല മഹാനവറുകൾ പറഞ്ഞു തരികയാ, ദവാഉ ഖൽബിൽ ഖംസ്, ഹൃദയത്തിൻ്റെ രോഗം മാറ്റാനുള്ള 5 മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു നമുക്കത് പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം മാറാൻ, നമ്മുടെ അസൂയ, കുശുമ്പ്, ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങൾ, ഈ ഹൃദയത്തിലുണ്ടാകുന്ന രോഗങ്ങൾ മാറ്റാൻ 5 നന്മകൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ 5 മരുന്ന് കഴിച്ചാൽ ഹൃദയത്തിൻ്റെ എല്ലാ രോഗവും മാറും. അള്ളാഹു ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. ഞാനൊരു 5 ടാബ്ലറ്റ് തരാം, ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ കഴിച്ച ഹൃദയ രോഗം മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ ഇൻഷാ അല്ലാഹ്. 19 കുഴപ്പമില്ലാട്ട, 10 മിനിറ്റും കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. 5 മരുന്ന് എന്തിപ്പോൾ ഞാനിത് നൗഷാദ് ഹാജിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏത് രോഗത്തിന് പോയാലും ഒരു പാട്ടയ്ക്കകത്തുനിന്ന് കുറച്ച് ടാബ്ലറ്റ് വാരിത്തരും. ഇതുപോലെ വാരിത്തരാനേ പറ്റത്തുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരപ്പം കൊണ്ട് 100 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും വാങ്ങിത്തരാൻ ഞാൻ മലക്കൊന്നുമല്ല, മനുഷ്യനാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 ടാബ്ലറ്റും കൂടെ ഒരുമിച്ച് വാരി തന്നാൽ മതിയോ? നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ? അങ്ങനെ വാരി തന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരെണ്ണം തിന്നാൽ മതി. ഒരെണ്ണമെങ്കിലും അൽഹംദുലില്ലാ കഴിക്കാനുള്ളത് നല്ല ഒരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെയാണല്ലോ. പനി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടിയ ഡോളോയെ കഴിക്കത്തുള്ളൂ അല്ലേ? പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ പോയിട്ട് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, ചെറിയ ജലദോഷമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പാരസിറ്റാമോൾ കഴിച്ചു. ഞാൻ കഴിക്കത്തില്ലെന്ന്. അത് കഴിക്കണത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അപ്പം ഈ പാവങ്ങൾക്ക് കൊടുക്കണേ? ഉസ്താദേ, സത്യത്തിൽ പനി വന്നാൽ മാറണമെങ്കിൽ 3 ദിവസം എടുക്കും. ഒരു പനി വന്നാൽ മാറണമെങ്കിൽ 3 ദിവസം എടുക്കുമെന്ന്. പക്ഷെ എല്ലാ രോഗികൾക്കും പെട്ടെന്ന് രോഗം മാറണം. ആ ഹോസ്പിറ്റൽ കൊള്ളത്തില്ല, കാരണം ഞാൻ അവിടെ പോയിട്ടൊരു പനി മാറിയില്ല. എന്നാൽ ആ ഹോസ്പിറ്റലോ ഒറ്റവട്ടം മരുന്ന് കഴിച്ചപ്പോഴേ മാറി. അപ്പം ഏറ്റവും കൂടിയതടിക്കും. അതന്നെ വിഷയം. അതുകൊണ്ട് അൽഹംദുലില്ലാ ഹൃദയത്തിൻ്റെ രോഗം മാറാനുള്ള 5 ടാബ്ലറ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും ഇൻഷാ അല്ലാഹ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞേര് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിനുള്ള രോഗങ്ങൾ വല്ലാത്ത രോഗമാണ്. ഹൃദയത്തിന് രോഗം വന്നാൽ അവൻ്റെ മരണം പെട്ടെന്ന് സംഭവിക്കുമല്ലോ. പെട്ടെന്ന് മരണമുണ്ടാകും. ഹൃദയ രോഗം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്, മനുഷ്യനെ മരിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഹൃദയത്തിലെ രോഗം മാറ്റാനുള്ള 1ാമത്തെ മരുന്നെന്തെന്നറിയോ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി. 1ാമതായിട്ട് അവിടുന്ന് പറയുകയാണ്, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള 1ാമത്തെ മരുന്നെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനോദണേ, അല്ലാഹുവിന്റെ ഖുർആനോദണേ. എല്ലാവരും ഖുർആനോതുന്നവരാ. ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ളവരെല്ലാവരും ഖുർആനോതുന്നവരാ. പക്ഷേ വെറുതെ ഓതിയാ പോരാ, പത്രം വായിക്കുന്നത് പോലെ വായിച്ചാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചിന്തിച്ചു ഓതണേ. എല്ലാവരും ഖുർആൻ ഓതും. ഫാത്തിഹയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ മുസ്ലിമേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ മദ്രസയിൽ 1ാം ക്ലാസ് മുതൽ നീ ഫാത്തിഹ ഓതുന്നവനല്ലേ? പടച്ചവനെ, നിനക്ക് എത്ര വയസ്സായി? 40ആയി, 50ആയി, 60ആയി? ഫാത്തിഹയുടെ അർത്ഥം അറിയണ എത്ര പേരാ ഉള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ
ഏതെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥം അറിയുന്നവരുണ്ടോ? പഠിക്കാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ലേ. ഞങ്ങൾ എന്തിനാ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നത്? എടാ, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള ഒന്നാമത്തെ മരുന്ന് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ചിന്തിച്ചു ബോധനേ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, മനുഷ്യ നീ ചിന്തിക്ക്, മനുഷ്യ നീ ചിന്തിക്ക്. അല്ലാഹു ചിന്തിക്കാൻ പറയുന്നുണ്ടല്ലോ. എന്തേടാ നീ ചിന്തിക്കാത്തത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും ചിന്തിക്കുന്നവനാണല്ലോ. വെറുതെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. ഉസ്താദേ, ഞാൻ 5 ഖത്ം ഓതി, ഞാൻ റമദാനത് എന്താണെന്ന് നീ മനസ്സിലാക്കൂ. ഉസ്താദേ, എനിക്ക് അറബി അറിയില്ല, അർത്ഥമറിയില്ല, പക്ഷേ ഖുർആനാണ് ഓതുന്നതെങ്കിലും നിനക്കറിയാമല്ലോ. എങ്ങനെയാ ഖുർആൻ ഓതേണ്ടതെന്നറിയോ? മഹാനായ ബഹുസബാഹ്, മഹാനായ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഒരിക്കൽ പടച്ചവനെ മസ്ജിദുൽ ബനൂ ഖുറൈശ്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു പോയതാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോയതാണ്. പടച്ചവനെ ഇമാമാരെന്നറിയോ? സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമാണ്, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാ. എന്നിട്ട് സൂറത്ത് ഓതുകയാണ്. അതാ ഏത് സൂറത്തെന്നറിയുമോ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനൻ തസ്തക്സിർ ഫലിറബ്ബിക ഫസ്ബിർ. അല്ലാഹുവേ, സൂറത്തു തകാഫ്, സൂറത്തുൽ മുദ്ദസ്സിർ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. പടച്ചവനെ, ഉസ്താദ് ഇമാം ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. പടച്ചവനെ, അതാ 8ാമത്തെ ആയത്തെത്തിയപ്പോ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. മഹാനായ സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ജമാഅത്തായി നിസ്കരിക്കുന്ന ഇമാമാ. അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ തളർന്നങ്ങ് താഴെ വീഴുകയാ. പടച്ചവനെ, മക്കത്തും മദീനത്തും പോയവർക്കറിയാ. അല്ലാഹുവേ, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അതാ അറബി നാട്ടിലെ സൗദിയയിലും മക്കയിലും മദീനയിലും ആൾക്കാരവിടത്തെ ഇമാമുമാർ ഓതുന്ന ഖുർആനിന്റെ ക്ലിപ്പുകൾ കേൾക്കുന്നവരാണല്ലോ, വീഡിയോ കാണുന്നവരാണല്ലോ. പടച്ചവരെ, ഈ പരിശുദ്ധമായ റമളാനിലെ മസ്ജിദ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ തറാവീഹ് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. പടച്ചവനെ, ഖുർആൻ ഓതുമ്പോ കരയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് കരയുകയാണ്. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ റബ്ബേ കരയുകയാ. അല്ലാഹുവേ, അവർക്ക് ഓതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അർത്ഥമറിയുന്നവന്റെ കണ്ണ് നിറയാതെ ഓതാൻ പറ്റൂല. ഈ ആയത്തോതിയാൽ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുമല്ലോ. കാരണം മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സുറാറത്ത് ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിർ പാരായണം ചെയ്ത് 8 ആയത്തേ എത്തിയുള്ളൂ. അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാ.
പിന്നെ എടുത്തുകൊണ്ടുപോയത് ജനാസയാ. ആ പള്ളിയിൽ നിന്നും മയ്യത്താടാ കൊണ്ടുപോയത്. പക്ഷേ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തോതിയിട്ട്, ഏതെങ്കിലും ഒരു സൂറത്തോതിയിട്ട് കരയാറുണ്ടോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഇമാമുന അബൂ ഹനീഫ തങ്ങളുണ്ടല്ലോ, 4 മദ്ഹബുകളിലെ ഒന്നാമത്തെ ഇമാമല്ലേ അബൂ ഹനീഫ തങ്ങള്. സാധാരണ മനുഷ്യനല്ലല്ലോ. നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ ചരിത്രം അറിയുമല്ലോ. അബൂ ഹനീഫ തങ്ങൾ പടച്ചവനെ ഇശായിക്ക് ഇമാമത്ത് നിൽക്കുകയാ, ഇശാ നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുകയാ. ഓതിയ സൂറത്ത് ഏതെന്നറിയോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അബൂ ഹനീഫ തങ്ങൾ ഈ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അബൂ ഹനീഫ തങ്ങൾ മിഹ്റാബിന്റെ അകത്തിരിക്കുകയാണ്. ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാ, വല്ലാതെ തളർന്നിരിക്കുകയാണ്. പള്ളിയിൽ വന്നവര് മുഴുവനും പിരിഞ്ഞുപോയി. പടച്ചവരെ, സുബഹിയുടെ സമയമായി. ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി മുഅദ്ദിൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, അള്ളാന്റെ പള്ളിയിലേക്ക് സുബഹിക്ക് സമയമായി. ജനങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അബൂ ഹനീഫ തങ്ങൾ അതുപോലെ ഇരിക്കുകയാ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ ഇമാമത്തിരുന്ന മുസ്കാരപ്പായില്, ആ മുസല്ലയിൽ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പടച്ചവനെ, ശബ്ദം കേട്ടപ്പോ, പടച്ചവനെ, ജനങ്ങളുടെ സംസാരം കേട്ടപ്പോ അബൂ ഹനീഫ തങ്ങൾ ചോദിക്കുകയാ, അബ്അദുന്നാസ്, ജനങ്ങൾ ഇശാ കഴിഞ്ഞു പോയില്ലേ? ജനങ്ങളൊന്നും പിരിഞ്ഞു പോയില്ലേ? മുഅദ്ദിൻ പറയുന്നു, തങ്ങളെ, സുബഹിയായി. ജനങ്ങളെല്ലാവരും പോയി സുബഹി നമസ്കരിക്കാമെന്നതാണ്. മുസ്ലിമേ അറിഞ്ഞില്ല. ഇശാ നിസ്കാരത്തിൽ ഓതിയ സൂറത്തിന്റെ അർത്ഥം ചിന്തിച്ചപ്പോ സുബഹി വരെ അറിയാതെ ഇരുന്നു പോയി. അത് സാധാരണ സൂറത്തല്ല. അറിയണോ, മഹത്വം അറിയണോ? ആ സൂറത്ത് പോയിട്ട് നീ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അത് സാധാരണ സൂറത്തല്ല. ഏത് വൃത്തികെട്ടവനെയും നന്നാക്കുന്ന സൂറത്താ, ഏത് പാപവും പൊറുക്കുന്ന സൂറത്താ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന സൂറത്താ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര്, പ്രവാചകന്മാരും സുഹദാക്കളും സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാർ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, നിസ്കരിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, ഇവര് മുഴുവനും കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കൊതിയുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തേക്ക് കയറി വരുമ്പോ സഹാബത്ത് ഒരുമിച്ചിരിക്കുകയാ, സഹാബികൾ ഒരുമിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ചാരത്ത് വന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഖുർആൻ ഓതാ. റസൂലുള്ളാഹി പറയുന്ന ഖുർആൻ ഓതാൻ ഏത് സൂറത്ത് ഓതണം നബിയേ? സൂറത്തു തകാസുർ ഓതു സഹാബ. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിച്ച സൂറത്താ, കാണാതെ ഓതുന്ന സൂറത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു പാരായണം ചെയ്യാൻ. സഹാബി ഓതാൻ തുടങ്ങി, സഹാബി ഓതാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമങ്ങ് വാടുകയാണ്, കണ്ണുനീർ തുള്ളികൾ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. പ്രവാചകന് കരയുകയാ, റസൂലുള്ളാഹി കരയുകയാ. ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബത്തേ നിങ്ങൾ ആരും എന്തേ കരയാത്തത്? നിങ്ങൾ ആരും എന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ കരച്ചല് വരുന്നില്ല നബിയേ. ഓത് സഹാബ. രണ്ടാമതും ഓതാൻ പറയുകയാ, രണ്ടാമതും പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കൂടെ കരഞ്ഞു. അതാ ഓതിക്കഴിഞ്ഞപ്പോ പ്രവാചകൻ പിന്നെയും ചോദിച്ചു, നിങ്ങൾ കരയാത്തതെന്ത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പിന്നെയും ഓതാൻ. മൂന്നാമത്തെ പ്രാവശ്യം ഓതാ തയ്യാറെടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സഹാബ കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കാൻ അറിയുവല്ലോ, കരയുന്നവരെ പോലെ അഭിനയിക്കാൻ അറിയുമല്ലോ. അഭിനയിക്ക് സഹാബ. ഈ സൂറത്തോതുമ്പോ കരയണം സഹാബ. ഈ സൂറത്തോതുമ്പോ കരയണം സഹാബ. കരഞ്ഞ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൊരു ഇടമുണ്ട് സഹാബ. മുസ്ലിമേ അറിയുന്ന സൂറത്തല്ലേ? എന്തേ നീ കരയാത്തത്? എന്തേ നീ കരയാത്തത്? എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ നീ നന്നാകാത്തത്? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാ സിറാജ്, അല്ലാഹ് എന്നോട് ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ, നന്നാകാ സമയമായില്ലേ? അതുകൊണ്ട് സീരിയൽ കണ്ട് കരയുന്ന പെങ്ങള്, സിനിമ കണ്ട് കരയുന്ന പെങ്ങള്, ചെറുപ്പക്കാരാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരയുമല്ലോ. കാര്യമില്ലടാ. കടം വന്നതിന്റെ പേരില്, ജീവിതം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില്, ജോലി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില്, സ്വന്തമായിട്ട് വീടില്ലാത്തതിന്റെ പേരില്, മക്കളില്ലാതെ പോയതിന്റെ പേരില്, പണമില്ലാതെ പോയതിന്റെ പേരില്, സമാധാനമുള്ള ജീവിതമില്ലാത്തതിന്റെ പേരില് നീയൊക്കെ കരയുമല്ലോ. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല സഹോദരാ. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ, ക്യാൻസർ രോഗം പിടിച്ചവന്റെ ചാരത്ത് പോയി കരയുമല്ലോ, ഒരു പ്രയോജനവുമില്ല. എടാ, രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് പോയി കരയരുത്. അവനെ സമാധാനിപ്പിക്കലല്ലേ നീ ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുകയാ, ഖുർആൻ വെറുതെ ഓതിയാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഓതിയാ പോരാ.
കളിയും തമാശയും മാറ്റിക്കോ. മൊബൈൽ എടുത്ത് കയ്യിൽ വെച്ച് ഖുർആൻ ഓതിയിട്ട് സംസാരിക്കുന്നവര്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയിൽ ഫോൺ വരുമ്പോ എടുക്കുമല്ലോ, കണ്ടവരോട് സംസാരിക്കുമല്ലോ. ആ ഖുർആനിന്റെ മുന്നിലാണ് ഇരിക്കുന്നതെന്നുള്ള ചിന്ത നിനക്കില്ലല്ലോ. ആൾക്കാര് കാണുന്നതിന് വേണ്ടി ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ. ഞാൻ ഒരുപാട് ഖത്തമോദിയെന്ന് പറയുന്നതിന് വേണ്ടി ഓതുന്നവരുണ്ടല്ലോ. എങ്കിലും നിനക്കറിയാഞ്ഞിട്ടാ. ഇനി കൈകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാൻ ഞാനൊരു ഹദീസ് പറയുകയാ. ഓരോരുത്തരും ഇനി ഖുർആൻ എടുക്കുമ്പോ ചിന്തിക്കണം. ഒന്നുമില്ലാതെ എടുക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറഞ്ഞു തന്നതെന്താ? നമ്മൾ ഖുർആൻ ഒന്നുമില്ലാതെ വരെ എടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. പാപ്പ പറയും, ഉമ്മ പറയും, പോയി ഖുർആൻ എടുത്തോണ്ട് വാടാ. ഖുർആനില്ലേ, എടുത്തോണ്ട് വാ. അപ്പൊ ഉമ്മ പറയും, എനിക്ക് ഒന്നുമില്ല മോനെ, നീ പോയി എടുത്തോണ്ട് വാടാ. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാ. ഖുർആൻ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എടുക്കത്തില്ല, കാരണം നമുക്കൊന്നുമില്ല. കുട്ടിയോട് പറയും പോയി എടുക്കാൻ. നിങ്ങൾ മദ്രസയെ പഠിച്ചിട്ടില്ലേ? ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് എടുക്കാന്നല്ലേ? അങ്ങനല്ലേ നിയമം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഒന്നുമില്ലാതെ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം. ഇപ്പൊ ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ ഇന്ന് കുട്ടികളോട് പറയും നീ പോയി എടുക്കാൻ. ആദ്യം പോയി ഉസ്താദന്മാരോടൊക്കെ മസ്തല ചോദിക്കുക, പഠിക്കുക, സൂക്ഷ്മത. മുഫസ്സിരീങ്ങൾ അതാ പറയുന്നത്, എടോ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാമെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് എടുക്കാം. ഇപ്പൊ നിനക്ക് വേണ്ടി നീ എടുത്തോണ്ട് അവിടെ വെയിടാ, എടുത്തോണ്ട് പാടാ, ഒന്നുമില്ലാതെ അവരെ കൊണ്ട് എടുപ്പിക്കുക. നിങ്ങൾ ഈ ഒരൊറ്റ ഹദീസ് ഓർത്തു വെച്ചാൽ മതി. ഇനി ഖുർആൻ എടുക്കുമ്പോൾ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കും അടുത്താ നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഈ ഫ്രണ്ടിലെ ഗേറ്റ് തുറക്കാൻ പറ്റുമോപ്പാ? എടോ, ഈ ഗേറ്റ് തുറക്കാൻ പറ്റുമോ? പറ്റൂല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കേ. നിങ്ങളിനി എൻ്റെ ഫ്രണ്ടിൽ വരണമെങ്കിൽ കറങ്ങണം. എൻ്റെ മുമ്പിൽ വരണമെങ്കിൽ നിങ്ങൾ കറങ്ങണം. നിങ്ങളെ കസേര എടുത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കറങ്ങിക്കോടോ. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഗേറ്റ് തുറന്നേപ്പോൾ ആ ജയിലും തുറന്നു വിട്ടെ. ഇൻഷാ അല്ലാഹ് ഓഡിറ്റോറിയത്തിൻ്റെ ഹാള് തുറക്കണമല്ലോ, തുറന്നേ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങ് കയറി വന്ന് എല്ലാവരും ഇങ്ങ് വാടോ. വാടോ ചങ്ങാതി, നമ്മൾ തമ്മിൽ എന്തിനാടാ? വാട, നിങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നിങ്ങളിരിക്കണോ? സ്റ്റേജിലുള്ളവരൊക്കെ ഇരുന്നു. പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. വാ. നിങ്ങളൊക്കെ കാണാൻ വേണ്ടി അത് എടുത്ത് കളയുന്നേ. ചുമ്മാ കുറെ വെറുതെ പൈസളെ. എളുപ്പം കസേര എടുത്തോണം കേട്ടോ. കസേര എടുത്തോണം. പുറത്തേക്കണ ചങ്ങായിമാരെ, ദുആ ചെയ്യാൻ പോവാ. വേണമെങ്കിൽ കയറിക്കോ, ഇല്ലെങ്കിൽ പൊക്കോ. കസേര എടുത്തോണ്ട് വാടാ മക്കളെ. അൽഹംദുലില്ലാഹ്. എന്താ നീങ്ങിരി. എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കണ്ട. അത് തുറക്കുമ്പോഴത്തേക്ക് നേരം വെളുക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ചാടിക്കോളി. എപ്പുറത്തോടോ ഇറങ്ങിപ്പോയേക്കല് ചാടുക. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഹമീദ ഹമീദ സുഖല്ലേ? അൽഹംദുലില്ലാഹ്. ഇരുന്നോ. നമ്മുടെ പാർട്ണറാക്കാന്ന് പറഞ്ഞത് നീ മറന്നുപോയത്. വലിയ അടയ്ക്ക കച്ചവടക്കാരൻ്റെ വലിയ മുതലാളിയാ. അൽഹംദുലില്ലാഹ്. അല്ലണ്ട അൽഹംദുലില്ലാഹ്. നിങ്ങളെ കണ്ടപ്പോൾ ഒരു കസേര ഇല്ലേടെ മക്കളെ, കസേരയും കൂടെ ഇടോ. കുറച്ചു നേരം നീ ഇരിക്കണ്ട, ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. കസേര എടുത്തോണ്ടോ? കസേര. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളവർ സെൻട്രലിൽ ഇരുന്നോ. ബാക്കിയുള്ളവർ സെൻട്രലിൽ. കസേര പറക്കി ഇപ്പുറത്ത് പറയേ. ഒരാൾ കസേര പറക്കി ഇപ്പുറത്ത് കൊടുത്തോ. അവിടെ ഇരിക്കണവരൊക്കെ അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 15 മിനിറ്റ് ഇരിക്കൂലേ? അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇനി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പറയണം, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ.
അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, ഈ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബാ, അത് നരകത്തിന്റെ ഒരു ചരിവാണ് സഹാബാ, അത് നരകത്തിന്റെ ഒരു ഭാഗമാണ്, അത് നരകത്തിന്റെ ഒരു ചരികാണ്. നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണേ, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണേ. അറിയുവോടാ ചെറുപ്പക്കാരാ, നരകത്തിന്റെ ഏതോ ഒരു സൈഡാണ്, നരകത്തിന്റെ ഒരു ചരിവ് ഭാഗമാണ്, നരകത്തിന്റെ മലയുടെ ഒരു സൈഡ് പോലെ അല്ലാഹുവിന്റെ നരകത്തിന്റെ ഒരു ഭാഗമാണ് ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറയുന്ന നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്യണേ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? എന്തേ ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്, പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ നബിയേ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്തേ നബിയേ? അത് നരകത്തിന്റെ ഒരു ചരികാട് സഹാബാ. ആ നരകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ നരകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ഞാനും നിങ്ങളും പേടിക്കുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഭയാനകമായ നരകം അല്ലാഹുവിനോട് ഒരു ദിവസം 100 വട്ടം ദുആ ചെയ്യുന്നു. മനുഷ്യനല്ലടാ ചെറുപ്പക്കാരാ, പെങ്ങളെ, മനുഷ്യന്റെ കഥയല്ല പറയുന്നത്, നരകം തന്നെ ദുആ ചെയ്യുന്നു 100 വട്ടം. അല്ലാഹുവേ, ജുബ്ബുൽ ഹുസ്നിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നരകം പോലും ദുആ ചെയ്യുകയാ 100 പ്രാവശ്യം, ഒരു ദിവസത്തിൽ 100 വട്ടം. അല്ലാഹുവിന്റെ നരകം പോലും അല്ലാഹുവോട് പറയുന്നു, ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. 100 പ്രാവശ്യം നരകം പോലും അല്ലാഹുവോട് ചോദിക്കുന്നെങ്കിൽ, നരകം പോലും 100 വട്ടം അല്ലാഹുവിനോട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നരകം ഏതാണെന്ന് ചിന്തിക്കടാ. ഇതിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, പേടിച്ച പർവ്വതം പോലും ധൂളികളായി പോകുമായിരുന്നു, പൊടിയായി പോകുമായിരുന്നു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ إن لك في النهار سبحا طويلا فاذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. പടച്ചവനെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ അലിയാ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരത്തിന്റെ നിറം മാറുകയാണ്, കണ്ണിങ്ങനെ മയങ്ങി തുടങ്ങുകയാണ്. പടച്ചവനെ ഖുർആനിനകത്തേക്ക് ലയിച്ചു കഴിഞ്ഞു. ആ സമയത്ത് വൈദ്യന്മാര് ആ രോഗം പിടിച്ച കാല് വെട്ടിമുറിക്കുകയാ. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ജീവനോടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഒരു കാലങ്ങ് വെട്ടിമുറിച്ചു. മഹാനവറുകൾ അവസാനം ഖുർആൻ ഓതൽ നിർത്തി. ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാരോട് ചോദിച്ചു, എന്റെ കാല് മുറിക്കുന്നില്ലേ, എന്റെ കാല് മുറിക്കുന്നില്ലേ? തങ്ങളെ ഖുർആൻ കേട്ടുകൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ.
ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ചരിത്രമെടുത്ത് നോക്ക്, നിനക്ക് ഈ സ്വഹാബിയുടെ ചരിത്രം പഠിക്കാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഓതണം, എങ്കിലേ ഹൃദയത്തിന്റെ രോഗം മാറൂ, എങ്കിലേ ഹൃദയത്തിന്റെ രോഗം മാറൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള 5 മരുന്നിൽ ഒന്നാമത്തെ മരുന്ന് ഖുർആനോദലാ. വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതിയാ പോരാ. പടച്ചവനെ, ഖുർആനാണ് ഓതുന്നതെന്ന ബോധത്തോടെ ഓതണം. അല്ലാഹുവേ, അങ്ങനെ ഓതാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അങ്ങനെ ഖുർആൻ ഓതാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.